ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് അപ്പോസ്തോലിക ആചാരങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് അപ്പോസ്തോലിക ഉപദേശം ആദിമസഭ കേട്ടു എന്നുള്ള വിഷയമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. അവിടെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞതുപോലെ എന്താണ് ഈ അപ്പോസ്തോലിക ഉപദേശം? ഞാൻ പറഞ്ഞായിരുന്നു, പുതിയ നിയമസഭയ്ക്ക് നൽകുവാനായിട്ട് യേശുക്രിസ്തു അപ്പോസ്തലന്മാർക്ക് നൽകിയിരിക്കുന്ന ഉപദേശങ്ങളെയാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശമെന്ന് വിശേഷാൽ സൂചിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. അത് മൊത്തം നമുക്ക് പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ ഉപദേശ സമാഹാരത്തിന്റെ സാരാംശം, അതിൻ്റെ ഊടും പാവുമായി നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് പരിചയപ്പെടുന്നത്. അത് യേശു കർത്താവാകുന്നു എന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠത കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദൈവസഭ എന്ന മർമ്മമാണ്. പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും ഈ ഉപദേശങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കാതലായ ഉപദേശ സത്യങ്ങളെ ഒന്ന് പരിചയപ്പെട്ടിട്ടുള്ളത് കൊണ്ട് പുസ്തകങ്ങളും വായിക്കുവാൻ നിങ്ങൾക്കത് സഹായകമാകും. ദൈവസഭ എന്ന മർമ്മം എന്ന് പറയുന്ന ഈ വിഷയത്തിലേക്ക് നമ്മൾ ആദ്യമായി കടക്കുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് എഫീഷ്യർ 3:3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിവായി വന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മർമ്മം എന്ന് പറയുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, വെളിപ്പെട്ട് കിട്ടിയ ഒരു സത്യം, ഒരു രഹസ്യം എന്നതിനേക്കാളും ഇന്നുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത, എന്നാൽ ഇപ്പോൾ വെളിപ്പാടിലൂടെ ലഭിച്ചിരിക്കുന്ന ഒരു ഉപദേശം, ഒരു സത്യം. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധ്യം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അപ്പോൾ ഇതൊരു അപ്പോസ്തോലിക ഉപദേശമാണ്. വിശേഷാൽ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്ന ഒരു ഉപദേശമാണ്, ഒരു മർമ്മമാണ്. എന്താണ് ഈ മർമ്മം? 6-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ജാതികൾ എന്ന് പറയുമ്പോൾ യഹൂദന്മാരല്ലാത്തവർ. അപ്പൊ ഈ മർമ്മമോ അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണമെന്നുള്ളതു തന്നെ. യഹൂദനും ജാതീയനും സുവിശേഷത്താൽ ക്രിസ്തേശുവിൽ ഒരു ശരീരമാണ്. അതാണ് മർമ്മം. അത് ഇന്ന് വരെ വെളിപ്പെട്ട് കിട്ടിയ ഒരു കാര്യമല്ല. പുതിയ ഉടമ്പടിയിൽ അപ്പോസ്തലന്മാർക്ക് പൂർവകാലങ്ങളിൽ എന്ന പോലെ അല്ല, ഇപ്പോൾ വെളിപ്പെട്ടു വന്നിരിക്കുന്ന ഒരു സത്യമാണ്. ഇനി സഭയ്ക്കകത്ത് യഹൂദനുമില്ല, ജാതീയനുമില്ല, അവർ ഒന്നാണ്. അവർ ഏക ശരീരസ്ഥരാണ്. ഒരേപോലെ ക്രിസ്തുവിൽ കൂട്ടവകാശികളാണ്. അവർ വാഗ്ദത്തത്തിന്റെ പങ്കാളികളാണ്. ആ സുവിശേഷത്തിന് പൗലോസായ ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്തിൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്, ഈ പൗലോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്, ഏറ്റവും ചെറിയവനായ. അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ണി എന്നൊക്കെ പറയും. അതുപോലെ പൗലോസ് എന്ന വാക്കിന്റെ അർത്ഥം ചെറിയവൻ എന്നുള്ളതാണ്. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം, പറഞ്ഞു തീരാൻ കഴിയാത്ത ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്നും എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. എന്തിനാ എനിക്ക് ദൈവം കൃപ നൽകി ശുശ്രൂഷക്കാരനാക്കി വെച്ചിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ പറഞ്ഞു തീരാൻ കഴിയാത്തത്രയ്ക്ക് മഹത്വം പ്രസംഗിപ്പാനും അതിനോടൊപ്പം ദൈവത്തിൻ്റെ മനസ്സിൽ അനാദികാലം മുതൽ, അതായത് സമയമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടന്ന ഈ മർമ്മം എല്ലാവർക്കും പ്രകാശിപ്പിച്ചു കൊടുക്കുവാൻ, എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ടും എന്നെ ശുശ്രൂഷക്കാരനാക്കിയിരിക്കുന്നു. ഏത് മർമ്മം? യഹൂദനും
യഹൂദനല്ലാത്തവനും യേശുക്രിസ്തുവിൽ അവൻ്റെ സഭയിൽ ഒന്നാണ്. അല്ലെ? അപ്പൊ ദൈവസഭയുടെ വിഷയം വരുമ്പോൾ അതൊരു മാർമിക സത്യമാണ്. അല്ലെ? ദൈവസഭ സാധാരണ ഒരു വിഷയമല്ല. അതിനകത്ത് ചില മറഞ്ഞിരിക്കുന്ന വെളിപ്പാടുകൾ നമ്മൾ പഠിക്കണം. അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനാദികാലം മുതൽ അവൻ്റെ ഹൃദയത്തിൽ മറഞ്ഞുകിടന്ന ചില വ്യവസ്ഥകളുണ്ട്, ചില മർമ്മ സത്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയാലേ ദൈവ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശരിയായിട്ട് പഠിക്കത്തുള്ളൂ. 10-ാമത്തെ വാക്യം, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഈ വാക്യം നമ്മൾ പിന്നീടും കാണുന്നതായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം അറിയായി വരുന്നു. ഈ മാർമിക സത്യം ഉൾക്കൊള്ളുന്ന ദൈവസഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുവിധമായ അനന്തമായ ജ്ഞാനം വെളിപ്പെട്ടു വരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ദൈവസഭയെക്കുറിച്ച് മാർമികമായ ചില സത്യങ്ങൾ വെളിപ്പാടിലൂടെ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അപ്പോസ്തോലിക ഉപദേശത്തിൻ്റെ സാരം, ദൈവസഭ എന്ന മർമ്മം. 5 കാര്യങ്ങളാണ് നമ്മൾ വളരെ വേഗത്തിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. എന്തല്ല ദൈവസഭ എന്ന് ഒന്നാമത് പഠിക്കണം. ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതാദ്യം ചൂണ്ടിക്കാണിക്കണം. എന്തല്ല ദൈവസഭ, രണ്ടാമതായിട്ട് എന്താണ് ദൈവസഭ, മൂന്നാമതായിട്ട് ഈ ദൈവസഭയുടെ ദൗത്യം എന്താണ്, നാലാമതായിട്ട് ഏത് സഭയിൽ നമ്മൾ പോകണം, അഞ്ചാമതായിട്ട് പ്രായോഗിക തലത്തിൽ ദൈവസഭയും നിങ്ങളും. അപ്പോൾ ഒന്നാമതായിട്ട് എന്തല്ല ദൈവസഭ. 3 തെറ്റിദ്ധാരണകൾ ചൂണ്ടിക്കാണിക്കട്ടെ. ഒന്നാമതായിട്ട് നമുക്ക് ചുറ്റുപാടുമുള്ള മതങ്ങളും നമ്മൾ പണ്ട് പരിചരിച്ച നമ്മുടെ പാരമ്പര്യമൊക്കെ നിമിത്തം നമ്മൾ ചിന്തിക്കും ദൈവസഭ ഒരു പള്ളിയാണ്, അല്ലെ? ദൈവസഭയും പള്ളിയും എന്ന് പറയുന്ന ആ തെറ്റിദ്ധാരണ ആദ്യമായിട്ട് ചൂണ്ടിക്കാണിക്കണം. നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ എല്ലാ മതങ്ങളിലും ദേവാലയങ്ങളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ ഒരു മന്ദിരം, അതാണ് ദൈവസഭ എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം. അത് ശരിയായ വചനപ്രകാരമുള്ള ചിന്തയല്ല. 2 വാക്യങ്ങൾ 1 കൊരിന്ത്യരിൽ നിന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 3:16 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം, നിങ്ങൾ വ്യക്തികൾ, രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, ശിഷ്യന്മാർ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പോൾ മന്ദിരം നമ്മുടെ കൂടിവരവിന് ഉപയോഗിക്കുന്ന പള്ളി അല്ലെങ്കിൽ കെട്ടിടമല്ല. പിന്നെ ആരാണ്? ദൈവസഭ എന്ന് പറയുമ്പോൾ മന്ദിരം ഏതാണ്? നമ്മളാണ്, വ്യക്തികളാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണ് ദൈവത്തിൻ്റെ മന്ദിരം. 1 കൊരിന്ത്യർ 6:19 അത് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരമാണ് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. അപ്പോൾ ദൈവസഭ എന്ന് പറയുമ്പോൾ പള്ളി എന്ന് നമ്മൾ ചിന്തിക്കരുത്. പള്ളി എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പള്ളി എന്ന് പറയുന്ന വാക്ക് ഒരു ആലയം എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. പക്ഷെ അതൊരു കെട്ടിടമാണ്, ഒരു ഭൗതിക വാസസ്ഥലം. പക്ഷെ അതല്ല ദൈവസഭ എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. അത് ഈ വാക്യങ്ങളിൽ തന്നെ സ്പഷ്ടമാണ്. നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം, ദൈവത്തിൻ്റെ മന്ദിരം. അപ്പോൾ നമ്മൾ ആരാധിക്കാൻ കൂടി വരുന്ന കെട്ടിടമല്ല ദൈവസഭ. രണ്ടാമതായിട്ട് നമ്മൾ പഴയ നിയമമൊക്കെ വായിച്ചു വരുമ്പോൾ നമ്മൾ വിചാരിക്കും പഴയ നിയമത്തിൽ ദൈവത്തിന് ഒരു ജനമുണ്ടല്ലോ, ഇസ്രയേൽ. അതുപോലെ പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജനമാണ് സഭ. സഭ പുതിയ നിയമത്തിലെ ഇസ്രയേൽ എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം. അതും ശരിയല്ല. വലിയൊരു വിഷയമാണ്. എങ്കിലും ഇസ്രയേലും ദൈവസഭയും വ്യത്യസ്തമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇതിലെ എല്ലാ വാക്യങ്ങളും നമ്മൾ എടുത്തു വായിക്കാൻ സമയമെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാക്യങ്ങൾ നിങ്ങളുടെ ഹാൻഡ് ഔട്ടിലില്ല, നിങ്ങൾ കേട്ടാൽ മതി. ഈ വ്യത്യാസങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇസ്രയേൽ എന്ന് പറയുന്നത് ഭൗതികമായ ഒരു രാജ്യമാണ്. പുറപ്പാട് 23:31 നിങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ കർത്താവ് അവരുടെ ദേശത്തിന് ചില അതിരുകൾ പറഞ്ഞിട്ടുണ്ട്.
എല്ലാ ഭൗതികമായ രാജ്യത്തിനും അതിരുകളുണ്ട്, ബോർഡറുകളുണ്ട്, അല്ലെ? അവിടെ ചെങ്കടൽ തുടങ്ങി ഫെലിസ്ത്യരുടെ കടൽ വരെയും മരുഭൂമി തുടങ്ങി നദി വരെയും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക പ്രദേശം അവർക്കായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭൗതികമായ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യ ഒരു രാജ്യമാണെന്ന് പറയുന്ന പോലെ ഭൗതികമായ ഒരു രാജ്യമാണ് ഇസ്രായേൽ. എന്നാൽ ദൈവസഭ ഒരു രാജ്യമല്ല. അത് ഭൗതികമായ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കാണുന്നതുമല്ല. ആത്മീകമായ ഒരു കൂട്ടായ്മയാണ് ദൈവസഭ. അത് എവിടെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രവൃത്തികൾ 1:8 പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും പിന്നെ ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും പോയി എൻ്റെ സാക്ഷികളാകണം. അപ്പോൾ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കാണുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യക്കാർ മാത്രം അംഗമായിരിക്കുന്ന ഒരു കൂട്ടമല്ല ദൈവസഭ. രണ്ടാമതായിട്ട്, ഇസ്രായേലിൽ എല്ലാ പൗരന്മാരും രക്ഷിക്കപ്പെട്ടവരല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മോശൈക ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസത്തിലും ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. എങ്കിലും ഒന്നുകൂടൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. റോമർ 9:6-ലും 7-ലും പൗലോസ് പറയുകയാണ്, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിയർ എന്ന് വരികയില്ല. പിന്നെ 9:7 പറഞ്ഞിരിക്കുകയാണ്, അബ്രഹാമിന്റെ സന്തതികളായാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. അപ്പോൾ ഇസ്രായേലിൽ രക്ഷിക്കപ്പെടാത്തവരുമുണ്ട്. അവർ ജഡപരമായ ഇസ്രായേലരാണ്, പക്ഷെ ആത്മീയമായിട്ട് ഇസ്രായേലരായിട്ടില്ല. യഹോവയിൽ വിശ്വാസം വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് എബ്രായർ 8:11 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുതിയ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞത്, ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല, അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. അതുകൊണ്ട് തന്നെ ദൈവസഭയിൽ എല്ലാ അംഗങ്ങളും രക്ഷിക്കപ്പെട്ടവരും അവർക്കെല്ലാവർക്കും ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധവും കാണും. എന്നാൽ അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ നമുക്കങ്ങനെ പറയാൻ കഴിയുകയില്ല. മൂന്നാമതായിട്ട് ഇപ്പോൾ കണ്ടതുപോലെ അബ്രഹാമിന്റെ ജഡപരമായ സന്തതികളാണ് ഇസ്രായേൽ മക്കൾ. യോഹന്നാൻ 8:37 കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു. ഭൗതികമായിട്ട് ജഡപരമായിട്ടുള്ള സന്തതികളാണ്. എന്നാൽ അബ്രഹാമിന്റെ ആത്മീയ സന്തതികളാണ് പുതിയ നിയമത്തിലെ ദൈവസഭയിലെ വിശ്വാസികൾ. ഗലാത്യർ 3:29 പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. അബ്രഹാമിന്റെ ജഡപരമായ സന്തതികളല്ല, ആത്മീയ സന്തതികളാണ്. അവന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ആത്മീയ സന്തതികളാണ് ദൈവസഭയിലിരിക്കുന്നവർ. നാലാമതായിട്ട്, പഴയ നിയമത്തിലെ ഇസ്രായേൽ രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഭൗമികമായതാണ്. അതൊരു ഭൗതികമായ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉടമ്പടികളുടെ അനുഗ്രഹങ്ങളെല്ലാം ഭൗമികമായ അനുഗ്രഹങ്ങളാണ്. ആവർത്തന പുസ്തകം 28 മോശൈക ഉടമ്പടിയെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ അധ്യായത്തിൽ അവർ അനുസരിക്കുമെങ്കിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളാണ്. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും, കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും, അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, ഭൗമികമായ ശത്രുക്കൾ നിന്നെ വിട്ട് ഓടിപ്പോകും, നിന്റെ കളപ്പുരകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. പിന്നെ അങ്ങനെ പോവുകയാണ്, നീ വാലാകുകയില്ല, തലയായിരിക്കും, നിനക്ക് മഴ ലഭിക്കും, അങ്ങനെ പോവുകയാണ് ഈ ഭൗമിക അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ്. എന്നാൽ എഫീസിയർ 1:3 കടന്നു വരുമ്പോൾ സഭയോട് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ വാക്യം മാത്രമല്ല, പുതിയ നിയമത്തിൽ നിങ്ങൾ അനുഗ്രഹം എന്നുള്ള വാക്കെടുത്ത് പരിശോധിച്ചാൽ അറിയാം,
ഭൗതികമായ ഒരു നന്മയെയും അനുഗ്രഹം എന്നുള്ള വാക്കുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരിടത്തും വിശേഷിപ്പിച്ചിട്ടില്ല. അത് പുതിയ നിയമത്തിന്റെ ഒരു വിശേഷതയാണ്. അനുഗ്രഹം എന്നുള്ള വാക്ക് ഭൗമികമോ ഭൗതികമോ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. എല്ലാം ആത്മീകമായ അനുഗ്രഹങ്ങളാണ്. അവസാനമായിട്ട്, അഞ്ചാമതായിട്ട്, പോരാട്ടം ജഡരക്തങ്ങളോടാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇപ്പൊ തന്നെ ആവർത്തനം 28:7 ഞാൻ വായിച്ചതുപോലെ, നിന്റെ ശത്രുക്കളെല്ലാം നിന്നെ വിട്ട് ഓടിപ്പോകും, നിന്റെ മുൻപിൽ അവരെല്ലാം തോൽക്കും. പിന്നെ പഴയ നിയമം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, എല്ലാ ശത്രുക്കളും മനുഷ്യരാണ്, മറ്റു മനുഷ്യർ, അല്ലെ? കനാന്യ ദേശത്തുള്ള മനുഷ്യർ, മിസ്രൈം ദേശത്തുള്ള മനുഷ്യർ, ഇങ്ങനെ ജാതികളോടെല്ലാം യുദ്ധം ചെയ്യലാണ് ഇസ്രായേലിനെ വിധിച്ചിരിക്കുന്നത്. അവരുടെ പോരാട്ടം ജഡരക്തങ്ങളോടാണ്. കാരണം അവർ ഭൗമികമായ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ജനമാണ്. എന്നാൽ എഫീഷ്യർ 6:12 നമുക്കറിയാവുന്നതുപോലെ പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല നമ്മുടെ പോരാട്ടം, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ, പിശാചിനും തൻ്റെ കൂട്ടരോടുമാണ് നമ്മുടെ പോരാട്ടം, ആത്മീയ പോരാട്ടമാണ്. അപ്പോൾ ഈ താരതമ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദൈവസഭയും ഇസ്രയേലും വ്യത്യസ്തമായ കൂട്ടരാണ്. അവരുടെ വിളിയും അവരുടെ ഉദ്ദേശവും അവരുടെ അനുഗ്രഹവും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചുറ്റുവട്ടത്തുള്ള മതങ്ങളൊക്കെ നോക്കി ദൈവസഭ വെറും ഒരു ദേവാലയമാണെന്ന് ചിന്തിക്കും. അങ്ങനല്ല. രണ്ടാമതായിട്ട് പഴയ നിയമമൊക്കെ വായിച്ച്, പഴയ നിയമത്തിലും ദൈവത്തിനൊരു ജനമുണ്ടല്ലോ ഇസ്രായേൽ, അതുപോലെ പുതിയ നിയമത്തിലെ ഒരു ഇസ്രായേലാണ് ദൈവസഭ എന്ന് ചിന്തിക്കും. അതും തെറ്റാണ്. മൂന്നാമതായിട്ട് പുതിയ നിയമം നമ്മൾ വായിക്കുമ്പം നമ്മൾ വിചാരിക്കും ദൈവരാജ്യത്തെക്കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ ദൈവസഭ ദൈവരാജ്യമായിരിക്കും, അല്ലെ? അപ്പൊ അതാണ് മൂന്നാമത്തെ വിഷയം, ദൈവസഭയും ദൈവരാജ്യവും തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണ. കത്തോലിക്ക സഭയൊക്കെ പ്രത്യേകിച്ച് പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് ദൈവസഭയും ദൈവരാജ്യവും ഒന്നാണെന്നുള്ളത്. അത് വചനപ്രകാരം ശരിയല്ല. അപ്പൊ ഈ ദൈവരാജ്യം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവരാജ്യം എന്ന് പഠിപ്പിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ 3 അർത്ഥ തലങ്ങളുണ്ട്. 3 രീതിയിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 3ഉം ശരിയാണ്. ഒന്നാമതായിട്ട്, ദൈവം സൃഷ്ടാവെന്ന രീതിയിൽ തൻ്റെ സൃഷ്ടിയുടെ മേൽ എപ്പോഴും രാജ്യത്വം വഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 103:19, യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അത് എപ്പോഴും യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവൻ സർവാധിപത്യമുള്ള ദൈവമാണ്, സൃഷ്ടാവാണ്. അവൻ ഈ സൃഷ്ടിയുടെ മേൽ രാജാവായിട്ട് വാഴുകയാണ്, അല്ലേ? സങ്കീർത്തനങ്ങൾ 47:7, ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു, അല്ലെ? ദൈവം ജാതികളെ ഭരിക്കുന്നു, അവൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ അവൻ ഇരിക്കുന്നു. അപ്പോൾ ദൈവം എന്ന രീതിയിൽ അവന് സകല സൃഷ്ടിയുടെ മേലും കർത്തൃത്വമുണ്ട്, അവൻ രാജാവാകുന്നു. അപ്പോൾ അതാണ് ഒന്നാമത്തെ അർത്ഥം, ദൈവത്തിൻ്റെ സാർവലൗകികമായ വാഴ്ച. ലോകമെമ്പാടുമുള്ള എല്ലാ സൃഷ്ടിയുടെ മേലും അവൻ്റെ ഒരു വാഴ്ചയുണ്ട്. അത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും എല്ലാവരും, ജാതികളും എല്ലാവരും അനുഭവിക്കുന്ന ആ വാഴ്ചയുടെ കീഴിലാണ്. എന്നാൽ രണ്ടാമതൊരർത്ഥമുണ്ട്, അത് വരുവാനിരിക്കുന്ന ഒരു ദൈവരാജ്യമാണ്. അക്ഷരാർത്ഥത്തിൽ പരസ്യമായ ഒരു ദൈവരാജ്യമുണ്ട്. ഇപ്പൊ തന്നെ 47:7 നമ്മൾ വായിച്ചു, ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. അതിപ്പോഴേ വർത്തമാനകാല യാഥാർത്ഥ്യം എന്ന രീതിയിലാണ് സങ്കീർത്തന കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സെക്കരിയാവിന്റെ 14:9 ഒന്ന് ശ്രദ്ധിച്ചേ, യഹോവ സർവഭൂമിക്കും രാജാവാകും. അപ്പൊ ഇപ്പൊ രാജാവല്ലയോ? 47:7 അതാണല്ലോ പറഞ്ഞത്. പക്ഷെ വേറൊരു ദിവസം കടന്നു വരുന്നുണ്ട്, അന്ന് യഹോവ സർവഭൂമിക്കും രാജാവാകും, അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. സെക്കരിയാവ് 14 നമുക്കിപ്പോൾ എടുത്ത് പഠിക്കാനുള്ള സമയമില്ല. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. യഹോവ ഒലിവുമലയിൽ അവൻ്റെ കാല് പതിക്കും എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് 2ാമത് വരുമ്പോൾ പരസ്യമായിട്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും.
അന്ന് സർവഭൂമിക്കും അവൻ രാജാവാകും എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവ് എന്ന രീതിയിലല്ല, വീണ്ടെടുപ്പുകാരൻ എന്ന രീതിയിൽ ഈ ലോകത്തെ പരസ്യമായി ഭരിക്കുന്ന രാജാവായിട്ട് അവൻ മാറും. പിന്നെ അന്ന് വേറെ രാജ്യത്വങ്ങളൊന്നുമില്ല. അതാണ് അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരേ ഒരു രാജാവിന്റെ കീഴിൽ ഈ മുഴുവൻ ഭൂമിയും ഏൽപ്പിക്കപ്പെടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, ദാവീദിക ഉടമ്പടിയുടെ ആത്യന്തികമായ നിവൃത്തി എന്ന് പറയുന്നത് കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ചയിലാണ്. അവന്റെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ലോകത്തുള്ള മറ്റ് ഭരണങ്ങളെല്ലാം നിർത്തും. മറ്റെല്ലാ രാജ്യത്വങ്ങളും നീങ്ങിപ്പോയിട്ട് രാജ്യത്വം യേശുവിനെ ഏൽപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് പ്രവർത്തികൾ 14:22 അപ്പോസ്തലന്മാരായ പൗലോസും ബർണബാസും സഭകളെ സ്ഥാപിച്ചതിന് ശേഷം മടങ്ങിപ്പോയി അവർക്ക് കൊടുത്ത പ്രബോധനം ഒന്ന് ശ്രദ്ധിച്ചേ. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. രക്ഷിക്കപ്പെട്ടു ദൈവസഭയുടെ ഭാഗമായ ശിഷ്യന്മാരോട് പറയുകയാണ്, ദൈവരാജ്യം ഭാവിയിൽ വരുന്നു, അതിൽ നമ്മൾ കടക്കണമെങ്കിൽ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കഷ്ടങ്ങൾ സഹിക്കണം. ഇതായിരുന്നു അന്നത്തെ കാലത്തെ അപ്പോസ്തലന്മാരുടെ ഉപദേശം. അല്ലാതെ രക്ഷിക്കപ്പെട്ടു ഇനി മുഴുവൻ സമൃദ്ധിയാണ്, അഭിവൃദ്ധിയാണ്, സാമ്പത്തിക നന്മയാണെന്നല്ല പറഞ്ഞത്. കഷ്ടങ്ങളിലൂടെ കടന്ന് വിശ്വാസം കാത്തു സൂക്ഷിച്ച് കാത്തിരിക്കണം, വരുവാനുള്ളൊരു ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ. അതിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ് ദൈവരാജ്യവും സഭയും ഒന്നല്ല, അല്ലെ? ദൈവരാജ്യം വരുവാനിരിക്കുന്നതാണ്. അക്ഷരാർത്ഥത്തിലുള്ള ദൈവരാജ്യം വരുവാനിരിക്കുന്നു. അതിൽ കടക്കണമെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. അപ്പോൾ ഇപ്പോൾ ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവം ഇല്ലേ? ഇപ്പോൾ രക്ഷിക്കപ്പെടുന്നവർക്ക് ഒരു അനുഭവമുണ്ട്. ദൈവരാജ്യം വന്നെന്നല്ല. റോമർ 14:17 പറയുകയാണ്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതാണ് മൂന്നാമത്തെ അർത്ഥതലം. ആത്മീക യാഥാർത്ഥ്യം എന്ന രീതിയിൽ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന എല്ലാ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവിൽ വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ഒരു മാധുര്യം ഒന്ന് സുഖിച്ചറിയാൻ പറ്റും. എങ്ങനെ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ആ വരുവാനിരിക്കുന്ന രാജ്യത്തിന്റെ ഒരു അനുഭവം ആത്മീയ തലത്തിൽ ഒന്ന് അനുഭവിക്കാൻ കഴിയുമെന്നേ ഉള്ളൂ. ദൈവരാജ്യം കടന്നു വന്നില്ല, അത് വരുവാനിരിക്കുന്നേ ഉള്ളൂ. അതിൽ കടക്കണമെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം. അപ്പോൾ കണ്ടോ, 3 അർത്ഥ തലങ്ങളുണ്ട് ദൈവരാജ്യത്തിന്. ഒന്ന്, സൃഷ്ടാവെന്ന രീതിയിൽ ദൈവത്തിന്റെ സർവ്വലൗകികമായ വാഴ്ച. രണ്ടാമതായിട്ട് വരുവാനിരിക്കുന്ന ക്രിസ്തുവിന്റെ അക്ഷരാർത്ഥത്തിലുള്ള 1000 ആണ്ട് വാഴ്ചയെ ദൈവരാജ്യം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രക്ഷിക്കപ്പെടുന്നവർ മാത്രം ആത്മീകമായി അനുഭവിക്കുന്ന ഒരു വാഴ്ചയുമുണ്ട്, അല്ലെ? അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ വീണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയില്ല. അപ്പൊ വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യത്തിന്റെ അംഗത്വം ലഭിക്കും. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവർ ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാണ് ഇപ്പോഴേ. പക്ഷെ ദൈവരാജ്യം വന്നിട്ടില്ല. പക്ഷെ ആ രാജ്യത്തിന്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവസഭയും ദൈവരാജ്യവും ഒന്നല്ല, അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ദൈവരാജ്യപരമായിട്ടുള്ള എന്തെങ്കിലും ശുശ്രൂഷയുണ്ടോ? ഉണ്ട്. ദൈവരാജ്യ ശുശ്രൂഷ എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഒരു ഉദാഹരണത്തിന് പ്രവൃത്തികൾ 20:21 വായിക്കുകയാണെങ്കിൽ അതിലെ പ്രത്യേകിച്ച് 25-ാം വാക്യത്തിൽ പൗലോസ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അവിടെ പൗലോസ് തന്റെ ശുശ്രൂഷയെ ഉപസംഹരിച്ച് പറയാണ്, രത്നചുരുക്കത്തിൽ പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു നടന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവകൃപയുടെ സുവിശേഷം സാക്ഷ്യം പറഞ്ഞു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് 20:21 പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ഞാൻ സാക്ഷീകരിച്ചു. അപ്പൊ ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് ദൈവകൃപയുടെ സുവിശേഷം പ്രസംഗിച്ച് വ്യക്തികളെ മാനസാന്തരപ്പെടുവാനും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും അവരെ പ്രബോധിപ്പിക്കുക, സുവിശേഷീകരണം നടത്തുക. അതാണ് ദൈവരാജ്യ ശുശ്രൂഷ.
അല്ലെ? അല്ലാതെ അക്ഷരാർത്ഥത്തിലുള്ള ദൈവരാജ്യം സഭയ്ക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല. അതിന് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരണം. ഇത് പറയാനുള്ള കാരണം, പലപ്പോഴും ഇന്ന് നമ്മൾ കേൾക്കുന്നത് ദൈവരാജ്യം നമ്മൾ ഇവിടെ സ്ഥാപിച്ചെടുക്കണം. പലരും പറയാറുണ്ട്, നമ്മുടെ ജോലി സ്ഥലത്ത് ദൈവരാജ്യം നമ്മൾ കൊണ്ടുവരണം. എങ്ങനെ? അവിടെയുള്ള വ്യക്തികളെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളതല്ല അവിടുത്തെ അർത്ഥം. അവർ പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു 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 വ്യാപാര കേന്ദ്രമായി അത് മാറണം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ കടന്നു വരണം. സമൂഹത്തിൽ ദൈവരാജ്യപരമായ പരിഷ്കരണം കടന്നു വരണം. അല്ലെ? ഇങ്ങനെ ഒരുപാട് ടീച്ചിങ്ങുകളുണ്ട്. സംസ്കാരം നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ ജീവിക്കുന്ന ഇപ്പൊ കേരളത്തിന്റെ സംസ്കാരം, കേരളത്തിലെ വ്യാപാര സംസ്കാരം, സിനിമാ സംസ്കാരം, കലാ സംസ്കാരം, അല്ലെ, ഈ മേഖലകളിലെല്ലാം വിശ്വാസികൾ കടന്നു ചെന്ന് അവിടെ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ രക്ഷിക്കപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലല്ല. വ്യക്തികളൊക്കെ ദൈവരാജ്യ മൂല്യങ്ങൾ, ആ ഒരു സന്മാർഗം പാലിച്ച് അവിടെ ദൈവരാജ്യം കടന്നു. അങ്ങനെ ഒരു ദൈവരാജ്യ ശുശ്രൂഷ ദൈവസഭ ചെയ്യണമെന്ന് വചനത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ലെ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവരാജ്യം പ്രസംഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരവും വിശ്വാസവും പ്രസംഗിച്ചു എന്ന അർത്ഥം. അത് നമുക്ക് വീണ്ടും കാണാൻ പറ്റും, സുവിശേഷങ്ങളിലും കാണാൻ പറ്റും. ലൂക്കോസ് 9:1 കർത്താവ് 12 വരെ തന്റെ 12 അപ്പോസ്തലന്മാരെ വിളിച്ച് രണ്ടാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവരാജ്യം പ്രസംഗിപ്പാനായിട്ട് അവരെ അയച്ചു. അവർ പുറപ്പെട്ട് സുവിശേഷിച്ച് ഉരുതോറും സഞ്ചരിച്ചു. ഇതേ സംഭവം മർക്കോസ് 6:7-12 നമ്മൾ വായിക്കുന്നതെന്ന് ശ്രദ്ധിച്ച്, അനന്തരം അവൻ 12 വരെ അടുക്ക വിളിച്ച് അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. 12-ാം വാക്യത്തിൽ മർക്കോസ് പറഞ്ഞിരിക്കുന്നതായിട്ട്, അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അപ്പൊ ദൈവരാജ്യം പ്രസംഗിപ്പിച്ചു എന്ന് ലൂക്കോസ് 9:2 പറയുമ്പോൾ മർക്കോസ് അതിനെ വിശദമാക്കിയിട്ടുണ്ട്, മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ലോകത്തിൻ്റെ സമ്പ്രദായങ്ങൾ, അവരുടെ പാരമ്പര്യങ്ങൾ, അതൊന്നും മാറ്റിയെടുക്കാൻ കഴിയുകയില്ല. അല്ലെ? ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കൈക്കൂലി വലിയൊരു പ്രശ്നമാണ്. സഭ എന്തു ചെയ്യുന്നു? ചില പാസ്റ്റർമാർ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും, സഭ എന്തു ചെയ്യുന്നു, സഭയുടെ പങ്കെന്താണ്? സഭയ്ക്കൊരു പങ്കുമില്ല. കൈക്കൂലി കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നവരെ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിനപ്പുറമായിട്ട് കൈക്കൂലി എന്ന് പറയുന്ന പ്രസ്ഥാനമോ ആ സമ്പ്രദായമോ മാറ്റുവാൻ നമ്മളെ വിളിച്ചിട്ടില്ല. അതൊക്കെ കർത്താവ് രണ്ടാമത് മടങ്ങി വരുമ്പോൾ ലോകത്തിൻ്റെതായ സമ്പ്രദായങ്ങളും രാഷ്ട്രീയവും സാമ്പത്തിക ഇടപാടുകളിലും എല്ലാം കാര്യമായ മാറ്റം വരും. ഇന്ന് സഭ ചെയ്യേണ്ടത് ആത്മീക ശുശ്രൂഷയാണ്. ആത്മാക്കളെ വീണ്ടെടുക്കുന്ന ശുശ്രൂഷയിലാണ് നമ്മൾ ഇന്ന് ദൈവരാജ്യ ശുശ്രൂഷ എന്ന് പറയുന്ന ശുശ്രൂഷ ചെയ്യേണ്ടത്. അല്ലാതെ സാമൂഹിക പരിഷ്കരണം ചെയ്യലല്ല ദൈവരാജ്യ ശുശ്രൂഷ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സഭയിലുണ്ട്. അതുനിമിത്തം തന്നെ സഭ തൻ്റെ ലക്ഷ്യബോധത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുകയാണ്. നമുക്ക് ആത്മാക്കളെ നേടാതെ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിച്ച് സാമൂഹിക പരിഷ്കരണം ഉളവാക്കി എന്തോ ഒരു ദൈവരാജ്യം കൊണ്ടുവരാം എന്നൊരു ചിന്ത പലർക്കുമുണ്ട്. അത് തെറ്റാണ്. അക്ഷരാർത്ഥത്തിൽ സാമൂഹിക പരിഷ്കരണമൊക്കെ വരുന്ന ദൈവരാജ്യം ഈ ഭൂമിയിൽ കടന്നു വരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്ന് രാജാവാകണം. അതിപ്പോഴല്ല, അത് അവസാനമാണ്. ഇപ്പോൾ ആത്മാക്കളെ നമുക്ക് ദൈവരാജ്യത്തിന്റെ അംഗങ്ങളാക്കുവാൻ കഴിയും, അവർ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ. ആ ദൈവരാജ്യ ശുശ്രൂഷ സഭ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ദൈവരാജ്യമല്ല ദൈവസഭ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ കണ്ട 3 കാര്യങ്ങളൊന്ന് ചിന്തിച്ചേ. മറ്റു മതങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ദൈവസഭ വെറും ഒരു ആരാധനാലയമായ പള്ളിയല്ല. പഴയ നിയമമൊക്കെ വായിച്ച് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ദൈവസഭ പഴയ നിയമ ഇസ്രായേലാണെന്ന്. അതിന്റെ തുടർച്ചയല്ല. പുതിയ നിയമത്തിലെ ഇസ്രായേലും അല്ല, പഴയ നിയമത്തിലെ ഇസ്രായേലും അല്ല. അല്ലെ? ദൈവസഭ വരുവാനിരിക്കുന്ന ദൈവരാജ്യവും അല്ല. ഈ 3 തെറ്റിദ്ധാരണകളും നമ്മൾ മാറ്റണം. അപ്പോൾ ഒരു ചോദ്യം വരും, പിന്നെ എന്തുവായി ദൈവസഭ? അല്ലെ? എന്താണ് ദൈവസഭ? ദൈവസഭ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മൂലപദം യവന ഭാഷയിൽ എക്ലീസിയ എന്നുള്ള ഒരു വാക്കാണ്. എക്ലീസിയ എന്ന പദത്തിന്റെ അർത്ഥം വിളിച്ചു വേർതിരിച്ച ഒരു കൂട്ടം, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഉദ്ദേശത്തോടെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിനെ ഒരു സഭ എന്ന് വിളിക്കാം. അതിനാധാരമായിരിക്കുന്ന 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. 1 പത്രോസ് 2:9 ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും
രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. അപ്പൊ നമ്മളെ ദൈവം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു, തെരഞ്ഞെടുത്തു, അല്ലെ? അപ്പൊ ഒരു ദൈവ വിളി നമ്മുടെ മേലുണ്ട്. അത് കാരണം കൂടി വന്നൊരു കൂട്ടമാണ് ദൈവസഭ. 2 കൊരിന്ത്യർ 6:17 പറഞ്ഞിരിക്കുകയാണ്, അവരുടെ നടുവിൽ നിന്ന്, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത അവിശ്വാസികളുടെ ലോകത്തിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അശുദ്ധമായതൊന്നും തുടരുത്. അപ്പോൾ വിളിക്കപ്പെട്ട ഒരു ജനമാണ് 1 പത്രോസ് 2:9, വേർപെട്ടൊരു ജനമാണ് 2 കൊരിന്ത്യർ 6:17. അങ്ങനെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ക്രിസ്തയേശുവിൽ ഒരു കൂട്ടം, അതാണ് ദൈവസഭ. അപ്പൊ ദൈവവിളിയോട് പ്രതികരിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന തൻ്റെ സ്വന്തം ജനമാണ് ദൈവസഭ. ഈ ദൈവസഭ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് എഫീഷ്യ ലേഖനത്തിലെ 3 വിശേഷണങ്ങൾ, നമ്മൾ ഈ വാക്യങ്ങൾ എടുത്ത് അതിൻ്റെ പശ്ചാത്തലം ഒന്നും നോക്കുന്നില്ല, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രയോഗങ്ങളാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദൈവസഭയുടെ വിശേഷണങ്ങൾ അത് ധ്യാനിക്കുമ്പോൾ ദൈവസഭയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമതായിട്ട് എഫീഷ്യർ 1:23 പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. ആ വിശേഷണം ശ്രദ്ധിച്ച്, ശരീരം. ശരീരം എന്ന് പറയുമ്പോൾ കർത്താവ് തലയും സഭ ശരീരവുമാണ്. എന്താ അതിൻ്റെ അർത്ഥം? സഭ ശരീരമാണെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ കർത്തൃത്വത്തോട് കീഴ്പ്പെട്ട ഒരു ജനം, അല്ലെ? അവൻ തലയാണെന്ന് പറയുമ്പോൾ അവൻ തലവനാണ്, അല്ലെ? അവൻ കർത്തൃത്വം വഹിക്കുന്നവനാണ്. അതിനെ അനുസരിക്കുന്ന ശരീരമാണ് സഭ, അല്ലെ? രക്ഷിക്കപ്പെടുത്തുന്ന വിശ്വാസം എന്താണെന്ന് റോമാലേഖനം 10 നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. വായ് കൊണ്ട് എന്തേറ്റു പറയണം? യേശു കർത്താവാകുന്നു. അങ്ങനെ ഏറ്റു പറഞ്ഞാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ നമ്മൾ 2 ആഴ്ച മുമ്പ് പഠിച്ചു യേശു കർത്താവാകുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തീയ മലയാളം പഠിച്ചിട്ട് യേശു കർത്താവാകുന്നു എന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ. അതിന് വലിയ ആഴമേറിയൊരു അർത്ഥമുണ്ട്, അല്ലേ? എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഞാൻ അവന് കീഴ്പ്പെട്ടു ജീവിക്കും. അങ്ങനെ ഇപ്പം എൻ്റെ ശരീരം എൻ്റെ തലച്ചോറിനെ അനുസരിക്കുന്നു എന്ന് പറയുന്നത് പോലെ സഭയെന്ന് പറയുന്നത് യേശുവിൻ്റെ കർത്തൃത്വത്തിനോട് കീഴ്പ്പെട്ട ഒരു ജനം. അതാണ് അവരെ ലോകത്തിൽ നിന്ന് വേർപെട്ടവരാക്കുന്നത്. ലോകം അനുസരണക്കേടി നടക്കുകയാണ്, ദൈവത്തോട് മത്സരിച്ച് നടക്കുകയാണ്, തന്നിഷ്ടക്കാരായിട്ട് നടക്കുകയാണ്. ശരിയായ ദൈവസഭ തലയായ ക്രിസ്തുവിനോട് കീഴ്പ്പെട്ടു വന്ന ഒരു ജനക്കൂട്ടമാണ്, അല്ലെ? ശരീരം എന്ന് പറയുമ്പോൾ പല അവയവങ്ങളുണ്ടെങ്കിലും ഏക ശരീരമാണ്, അല്ലെ? അവിടെ ആ ഒരു അർത്ഥവുമുണ്ട്. കർത്താവിൽ വിശ്വസിച്ച എല്ലാ വിശ്വാസികളും ആത്മീകമായിട്ട് ഏക ശരീരസ്ഥരാണ്, നമ്മൾ ഒന്നാണ് എന്നുള്ളൊരർത്ഥം. ആ ഐക്യവും ഈ ശരീരമാണെന്നുള്ള പ്രയോഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് എഫീഷ്യർ 2:21-22 നമ്മൾ വായിച്ചാൽ മനസ്സിലാകും, ദൈവസഭ ദൈവത്തിൻ്റെ നിവാസമായ വിശുദ്ധ മന്ദിരമാണ്. ഇത് നമ്മൾ തുടങ്ങിയപ്പോഴേ കണ്ടു. 1 കൊരിന്ത്യർ 3:6 നമ്മൾ വായിച്ചു. ദൈവസഭ നമ്മൾ കൂടി വരുന്ന കെട്ടിടമല്ല, ദൈവസഭ ജനങ്ങളാണ്, രക്ഷിക്കപ്പെട്ട ഓരോരോ വിശ്വാസികളുമാണ്. അവരുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരങ്ങൾ തന്നെ ദൈവത്തിൻ്റെ മന്ദിരമാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ നിവാസമായ വിശുദ്ധ മന്ദിരമാണ് ദൈവസഭ. ദൈവ സാന്നിധ്യമുള്ള വിശുദ്ധ മന്ദിരമാണ് ദൈവസഭ. അത് പത്രോസിലും പഠിപ്പിക്കുന്നുണ്ട്. ജീവനുള്ള കല്ലുകൊണ്ട് ദൈവം ഒരു ആലയം പണിയണം, ആ ആലയമാണ് ദൈവസഭ, അല്ലെ? അപ്പൊ യഥാർത്ഥ ആലയം അതൊരു ആത്മീക ആലയമാണ്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കൂടി വരുമ്പോൾ ദൈവസാന്നിധ്യമുള്ള വേർപെട്ട ഒരു ജനം. 2 കൊരിന്ത്യർ 6 നിങ്ങളിങ്ങനെ വേർപെട്ടിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ പിതാവായിരിക്കുമെന്നാണ് അവിടുത്തെ വാക്യം. അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ വേണ്ടി, അവന് വസിക്കുവാൻ വേണ്ടി അവൻ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർപെടുത്തിയ ഒരു ജനമാണ് ദൈവസഭ. അവൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം, അല്ലേ? അതൊരു കെട്ടിടമല്ല, അതൊരു കൂട്ടം ജനമാണ്. ആ ജനത്തിനു കൂടെ വസിക്കാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ഇരിക്കാനല്ല അവൻ ഇഷ്ടപ്പെടുന്നത്. ഏതെങ്കിലും ഒരു കെട്ടിടത്തിനകത്ത് അടച്ചു വെച്ചോ ദൈവം അവിടെ ഇരുന്നോട് എന്നല്ല, അല്ലേ? മൂന്നാമതായിട്ട് എഫീസ്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിശേഷണമാണ് ക്രിസ്തുവിൻ്റെ കാന്തയായ സഭ.
അല്ലെ? അത് വലിയൊരു വേദഭാഗമാണ്, എടുത്ത് നമ്മൾ ധ്യാനിക്കുന്നില്ല. എഫീഷ്യർ 5:25 മുതൽ 31 ഭാര്യമാരും ഭർത്താക്കന്മാരും എങ്ങനെ ബന്ധപ്പെടണമെന്ന് പൗലോസ് അവിടെ ഉപദേശം കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാതൃക ക്രിസ്തുവും തൻ്റെ സഭയും തമ്മിലുള്ള ബന്ധമാണ്, അല്ലെ? ഭർത്താക്കന്മാർ എങ്ങനെ ഭാര്യമാരെ സ്നേഹിക്കണം? കർത്താവ് സഭയെ സ്നേഹിക്കുന്നത് പോലെ. കാരണം ക്രിസ്തുവിൻ്റെ കാന്തയാണ്, ഭാര്യയാണ്, മണവാട്ടിയാണ് ദൈവസഭ. അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹവും പരിചരണവും കരുതലുമൊക്കെയാണ് ആ വിശേഷണത്തിലൂടെ ഊന്നൽ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 വിശേഷണങ്ങളൊന്ന് ചിന്തിച്ച്, അവൻ്റെ കർത്തൃത്വത്തിന് കീഴിലിരിക്കുന്ന ശരീരം, അവനെ അനുസരിക്കുന്ന ശരീരം, അല്ലെ? അവനോട് വിധേയപ്പെടുന്ന ശരീരം, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന മന്ദിരം, അല്ലെ? മൂന്നാമതായിട്ട് അവൻ്റെ സ്നേഹം, അവൻ്റെ പ്രേമം, അവൻ്റെ കരുതലും പരിചരണവും ഒക്കെ അനുഭവിക്കുന്ന കാന്ത, അല്ലെ? അവൻ്റെ പ്രേമഭാജനമായ സഭ, അല്ലെ? എന്തോ ഭംഗിയുള്ള 3 ചിത്രങ്ങൾ, അല്ലെ? അവനോട് അനുസരണവും വിധേയത്വമുള്ള ഒരു കൂട്ടം, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന കൂട്ടം, അവൻ്റെ പ്രേമം അനുഭവിക്കുന്ന ഒരു വിശിഷ്ട ജനം, അല്ലെ? അങ്ങനെ 3 വിശേഷണങ്ങളിലൂടെ നമുക്ക് ദൈവസഭ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഏക ശരീരമായ ദൈവസഭ എന്താണ് ചെയ്യേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനൊരു ആത്മീയ കൂട്ടായ്മയെ ഉളവാക്കി വെച്ചിരിക്കുന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ ഏക ശരീരമായ ദൈവസഭ പല പ്രാദേശിക കൂടിവരവുകളിലൂടെയാണ് തൻ്റെ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടത്, അല്ലെ? ഒരു ദൈവസഭയേ ഉള്ളൂ, കർത്താവിൻ്റെ ശരീരവും കാന്തയുമായ ഒരു ദൈവസഭയേ ഉള്ളൂ. പക്ഷേ ലോകമെമ്പാടും ഓരോരോ പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടങ്ങളായിട്ടാണ് ദൈവസഭ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെല്ലാം ഒന്നിച്ചുകൂടി ഒരു ദൈവസഭയാണേലും പല കൂടി വരവുകളാണ്, അല്ലെ? അപ്പോൾ ആ ഏകശരീരമായ ദൈവസഭ പല പ്രാദേശിക കൂടി വരവുകളിലൂടെ 3 ദൈവിക ദൗത്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് വചനത്തിൽ നിന്ന് സ്പഷ്ടമായിട്ട് കാണാം. ഒന്നാമതായിട്ട് മർക്കോസ് 16:15 പറഞ്ഞിരിക്കുന്ന സുവിശേഷീകരണം. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ എന്ന് പറഞ്ഞാൽ സകല വ്യക്തികളോടും. അപ്പോൾ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി അവരോട് കർത്താവിൻ്റെ സത്യസുവിശേഷം നമ്മൾ പ്രസംഗിക്കണം, അവരെ അറിയിക്കണം. അത് ദൈവസഭയ്ക്ക് ഒന്നടങ്കമായുള്ള ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുവിശേഷകന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമല്ല, പൂർണ്ണസമയ ശുശ്രൂഷകന്മാർ മാത്രം ചെയ്യേണ്ടതല്ല, മൊത്തം സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് സുവിശേഷീകരണം. നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? അയ്യോ എൻ്റെയോ, ഞാനൊരു പ്രസംഗകനൊന്നും അല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും. സഭയുടെ ഭാഗമാണോ? സഭയുടെ ഭാഗമാണെങ്കിൽ ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഒരു പങ്ക് നിങ്ങളും വഹിക്കണം. നിങ്ങൾക്കും അത് ബാധകമാണ്, അല്ലെ? സുവിശേഷീകരണം. അപ്പോൾ ലോകത്തോട് മൊത്തം നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇനി ഈ സുവിശേഷ പ്രഘോഷണത്തോട് അനുകൂലമായി പ്രതികരിച്ച് കടന്നു വരുന്നവരോട് നമുക്ക് രണ്ടാമതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതാണ് ശിഷ്യത്വം. മത്തായി 28:18 മുതൽ 20 ഈ ആഴ്ചത്തെ മനപ്പാഠ വാക്യമാണ്. ഇതൊരു വാക്യമല്ല, 3 വാക്യങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പഠിച്ച് ധ്യാനിച്ച് മനപ്പാഠമാക്കാൻ കഴിയുന്നതാണ്. വളരെ കാതലായ ഒരു വാക്യമാണ്. നമ്മൾ മനപ്പാഠമാക്കിയ വാക്യങ്ങളിൽ തന്നെ ഏറ്റവും കാതലായ ഒരു വാക്യമാണ് ഈ വേദഭാഗം. അതുകൊണ്ട് ഇത് കാണാൻ പഠിക്കുന്നത് നല്ലതാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ നമ്മൾ മർക്കോസ് 16 പറഞ്ഞിരിക്കുന്ന പോലെ ഭൂലോകത്തൊക്കെയും പോയി സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കണം. അത് കേട്ട് പ്രതികരിച്ചു വരുന്നവരെ എന്ത് ചെയ്യണം? അവരെ നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സഭയുടെ ഭാഗമാക്കി പിന്നെന്തോ ചെയ്യണം? അവരെ നമ്മൾ ഉപദേശിക്കണം. എന്തുപദേശിക്കണം? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിക്കണം. കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും, അല്ലാതെ ഏതെങ്കിലും ഒരു കാതലായ 5 കൽപ്പന അല്ലല്ല,
ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള എല്ലാ കൽപ്പനകളെയും ഉപദേശിപ്പിച്ച് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രം മതിയോ? അല്ല, അത് പ്രമാണിപ്പാൻ തക്കവണ്ണം, അനുസരിക്കുവാൻ തക്കവണ്ണം ഉപദേശിക്കണം എന്ന് പറയുമ്പോൾ അത് വെറും അറിവ് പകരുക മാത്രമല്ല. ഇങ്ങനൊരു കൽപ്പന ഉണ്ടേ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ കേൾക്കുന്നവർ അത് അനുസരിക്കുവാൻ തക്കവണ്ണം അവരെ അനുസരണത്തിൽ പരിശീലിപ്പിക്കണം. ഇത് ദൈവസഭയുടെ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. എന്തിനാണ് ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവർ അനുസരണത്തിൽ പരിശീലിപ്പിക്കപ്പെടണം. എല്ലാ ദൈവസഭയുടെയും ഉദ്ദേശം ഇതായിരിക്കണം. ഈ ദൈവസഭയുടെ ഭാഗമായി കടന്നു വരുന്ന സകല വിശ്വാസികളും ശിഷ്യത്വത്തിൽ, അനുസരണത്തിൽ അവർ പരിശീലിപ്പിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ ദൈവസഭ ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ സകലരെയും ശിഷ്യരാക്കണം. മനസ്സിലാക്കിയോ? അപ്പൊ വെറുതെ എന്തെങ്കിലും വായിത്തോന്നത് പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അനുഗ്രഹം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കൽപ്പനകൾ പ്രസംഗിക്കണം, അത് അനുസരിക്കുവാൻ അവരെ എങ്ങനെയാണ് കർത്താവിനെ അനുസരിക്കേണ്ടതെന്ന് പ്രായോഗിക തലത്തിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ല ചുമ്മാ കുറെ ബൈബിൾ സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല, അറിവ് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ ശിഷ്യത്വത്തിൽ വളർത്തണം, യേശുവിനോട് അനുസരണമുള്ളവരാക്കി അവരെ പരിശീലിപ്പിക്കണം. ഒരു പരിശീലന കേന്ദ്രമായിരിക്കണം ദൈവസഭ, അല്ലേ? ഇങ്ങനെ സുവിശേഷീകരണവും ശിഷ്യത്വവും ദൈവസഭ ചെയ്യുമ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ എഫീസിയർ 3:10-11 പറഞ്ഞിരിക്കുന്നത് പോലെ, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം അറിവായി വരുന്നു. എവിടെ അറിയുന്നു? സ്വർഗത്തിലുള്ള വാഴ്ചകൾക്കും അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ, അത് പുതിയ നിയമം എടുത്ത് പഠിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പൈശാചിക ശക്തികളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് വാഴ്ചകളും അധികാരങ്ങളും. അപ്പോ നമ്മൾ നേരത്തെ വായിച്ചു എഫീഷ്യ ലേഖനത്തിൽ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, അല്ലെ? അപ്പൊ പൈശാചിക മണ്ഡലത്തിൽ പിശാചിനും തൻ്റെ കൂട്ടർക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭയിലൂടെ വെളിപ്പെട്ടു വരണം. അതെങ്ങനെ വെളിപ്പെട്ടു വരും? നമ്മൾ സഭയിലേക്ക് കടന്നു വരുന്ന, രക്ഷിക്കപ്പെട്ടു വരുന്ന എല്ലാ ആത്മാക്കളെയും ക്രിസ്തുവിൽ തികവുള്ളവരാക്കി മാറ്റുമ്പോൾ, ക്രിസ്തുവിനോട് അനുസരണമുള്ളവരാക്കി മാറ്റുമ്പോൾ പിശാചിന്റെ തല താഴും. അതെങ്ങനെ പിശാചിന്റെ തല താഴുന്നേ? ദൈവം ഇതുപോലെ ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അനുസരണത്തിന് വേണ്ടിയിട്ടായിരുന്നു, ആദാമിനെ ഹൗവയും. പക്ഷെ ആ പദ്ധതിയെ കീഴ്മേൽ മറിച്ചു പിശാച് വിചാരിച്ചു, മനുഷ്യരാശിയെ, ദൈവത്തിന്റെ പദ്ധതിയൊക്കെ ഞാൻ തകിടം മറിച്ചു, ഞാനാണ് ജയാളി. അങ്ങനെ പറഞ്ഞു നടക്കുന്ന പിശാചിന്റെ പദ്ധതികളെ കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ വീണ്ടെടുപ്പ് പദ്ധതി ഈ ലോകത്തിൽ യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിച്ചെടുത്തത്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനോട് അനുരൂപരാകും തോറും ആ പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ തകിടം മറിച്ചു എന്ന് നിഗളിച്ചു നടക്കുന്ന പിശാചിന്റെ തല താഴും. അങ്ങനെ ക്രിസ്തുവിനോട് അനുരൂപരാകും തോറും ഈ രക്ഷാപദ്ധതിയുടെ പിന്നിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം പുറത്തു വരുന്നു, അല്ലെ? മനുഷ്യരെ പാപത്തിൽ വീഴ്ചു, വിശുദ്ധി നഷ്ടപ്പെടുത്തി, അവർ തമ്മില് വിവേചനം കൊണ്ടുവന്ന് യഹൂദനെന്നും യഹൂദനല്ലെന്നും പറഞ്ഞ് അടിയിട്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം കർത്താവ് രക്ഷിച്ച് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തി. അവരുടെ ഇടയിൽ ഇനി യഹൂദനുമില്ല, ജാതീയനുമില്ല, അവരെല്ലാം ഒന്ന്. അവരുടെ ഇടയിൽ സ്നേഹം, ആ പരിശുദ്ധമായ സ്നേഹം വെളിപ്പെടുത്തി. അങ്ങനെ ദൈവസഭയിലൂടെ ദൈവം പൈശാചികന്റെ എല്ലാ പദ്ധതികളെയും കീഴ്മേൽ മറിച്ച് അവൻ ജയാളിയല്ല, അവൻ തോൽവിയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. കണ്ടോ? അപ്പൊ നമുക്ക് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരോടും ഒരു ഉത്തരവാദിത്തമുണ്ട്, സുവിശേഷീകരണം. ആ സുവിശേഷീകരണത്തോട് പ്രതികരിച്ച് സഭയിൽ കടന്നു വരുന്നവരോട് ശിഷ്യത്വം എന്ന രണ്ടാമത്തെ ഉത്തരവാദിത്തമുണ്ട്. ഇത് രണ്ടും ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഉത്തരവാദിത്തം അദൃശ്യമായ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട് ദൈവത്തെ നമ്മൾ മഹത്വീകരിക്കുകയാണ്, ദൈവത്തിന്റെ ജ്ഞാനത്തെ നമ്മൾ നിവർത്തിക്കുകയാണ്, ന്യായീകരിക്കുകയാണ്. കണ്ടോ? അങ്ങനെ 3 മണ്ഡലങ്ങളിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ സർവലൗകികമായ ദൈവസഭ പല പ്രദേശങ്ങളിൽ
പ്രാദേശിക കൂടിവരവുകളായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിലെ ആ പ്രാദേശിക കൂടിവരവ് ഏതാ? അല്ലെ, ഇത് ദൈവസഭ മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ലോകത്തെമ്പാടുമുള്ള കർത്താവിൻ്റെ ശരീരമായ അദൃശ്യമായ സാർവലൗകികമായ ദൈവസഭയൊക്കെ കൊള്ളാം. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ പ്രദേശത്ത്, ഞങ്ങളുടെ അയൽപ്പക്കത്ത് ഈ ദൈവസഭയുടെ പ്രാദേശിക കൂടിവരവ് ഏതാണെന്ന് എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എത്രയോ സഭാ വിഭാഗങ്ങൾ, സഭാ സംഘടനകളുണ്ട്. ശരിയായ പ്രാദേശിക സഭ ഏതാണെന്ന് എങ്ങനെ അറിയും? കാരണം ഈ പ്രാദേശിക ദൈവസഭയിലെ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെ, രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ്. പക്ഷെ എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണമെങ്കിൽ സാർവലൗകികമായ ദൈവസഭയുടെ വാതിൽ തുറന്നു കിടപ്പില്ല. ഏതെങ്കിലും കാണാൻ പറ്റുന്ന ദൃശ്യമായ പ്രാദേശിക കൂടിവരവിലെ എനിക്ക് പോയി ദൈവസഭയുടെ ഭാഗമായി നിന്ന് ആരാധിക്കാനും ഈ പറഞ്ഞ ദൗത്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതാണ് ശരിയായ പ്രാദേശിക കൂടിവരവെന്ന് തിരിച്ചറിയണം നമ്മൾ. അതിന് വചനത്തിൽ നിന്ന് 2 ലക്ഷണങ്ങൾ ചൂണ്ടിപ്പറയട്ടെ. ഒന്നാമതായിട്ട് 1 തിമോത്തിയോസ് 3:14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. പൗലോസ് പറയുകയാണ്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരാം തിമോത്തിയോസെ. ഇനി അഥവാ ഞാൻ താമസിച്ചു പോയാലോ? 15-ാം വാക്യം, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതും. ഈ ലേഖനം എഴുതിയിരിക്കുന്ന അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ അഥവാ വരാൻ താമസിച്ചാലും ദൈവസഭ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്ന് നീ അറിയണം. പക്ഷെ അവിടെ ദൈവസഭയെ വിശേഷിപ്പിച്ചിരിക്കുന്ന നോക്കിയേ, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ സഭ. അപ്പൊ ഒന്നാമതായിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിയായ ദൈവസഭ ദൈവത്തിന്റെ വചനത്തിലെ സത്യത്തോട്, ഉപദേശത്തോട് നീതി പുലർത്തുന്നതായിരിക്കും. അതിൻ്റെ തൂണും അടിസ്ഥാനവുമായിരിക്കും. ദൈവത്തിന്റെ വചനത്തിലെ ഉപദേശ സത്യങ്ങളെ ഊന്നൽ നൽകി അതിനെ താങ്ങി നിർത്തുന്ന ഒരു സഭയായിരിക്കും അത്. അല്ലെ, ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സഭയായി. അല്ലെ, എന്ന് മാത്രമല്ല, എന്താ ഈ ഉപദേശ സത്യം? 16-ാം വാക്യത്തിൽ പറയണ അവൻ. അത് ശ്രദ്ധിച്ചോ? ഉപദേശം എന്ന് പറയുമ്പോൾ കുറെ തത്വങ്ങളല്ല. അവൻ, യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ദൈവവചനം പഠിക്കുമ്പോഴും ഉദ്ദേശം ഒരു വ്യക്തിയെ അറിയാനാണ്, അല്ലാതെ കുറേ അറിവ്, കുറേ എന്തൊക്കെയോ തത്വങ്ങൾ പഠിക്കുകയല്ല. അറിവ് സമ്പാദനത്തിനപ്പുറത്തായിട്ട് ഒരു വ്യക്തിയെ അറിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ്, ഒരു മുഖാന്തരം മാത്രമാണ് ദൈവവചന പഠനം. മനസ്സിലാക്കിയോ? ശരിയായ ദൈവസഭയിൽ ഉപദേശ ശുശ്രൂഷയുണ്ട്. പക്ഷെ ആ ഉപദേശ ശുശ്രൂഷയുടെ ലക്ഷ്യം അവനെ അറിയണം, അവനെ ധ്യാനിക്കണം. യേശു ക്രിസ്തു എന്ന വ്യക്തി, ആ വ്യക്തി ദൈവഭക്തിയുടെ മർമ്മമാണ്. എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. വലിയ മർമ്മമാണ് യേശുക്രിസ്തു എന്ന വ്യക്തി. ആ വ്യക്തിയെ അറിയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ദൈവഭക്തി വളരും. അപ്പോൾ ഈ കണ്ട കാര്യങ്ങളെല്ലാം ഉപസംഹരിച്ച് ഏതാണ് ശരിയായ സഭയെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒന്നാമത്തെ ലക്ഷണം ഇതാണ്: സത്യോപദേശത്തോടെ യേശുക്രിസ്തു എന്ന വ്യക്തിയെ പ്രസ്താവിച്ചുകൊണ്ട് ദൈവഭക്തി വളർത്തുന്ന ഒരു സഭ. സത്യോപദേശത്തോടെ, ദൈവവചനത്തിലെ ഉപദേശ സത്യങ്ങളോട് നീതി പുലർത്തി, ദൈവവചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഊന്നൽ നൽകി അതിൽ നിന്ന് വ്യതിചലിക്കാതെ യേശു ക്രിസ്തു എന്ന വ്യക്തിയെ പ്രസ്താവിക്കുന്ന, അല്ലാതെ ഉപദേശത്തെ പ്രസ്താവിക്കുകയല്ല, ആത്യന്തികമായിട്ട് കുറെ ദൈവശാസ്ത്രം പഠിപ്പിക്കുകയല്ല. യേശു ക്രിസ്തു എന്ന വ്യക്തിയെയാണ് അവിടെ പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും അറിയാനായിട്ട് ശ്രമിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷ്യം അതിലൂടെ ദൈവഭക്തി വളരണം, അവനോടുള്ള സ്നേഹം, അവനോടുള്ള പ്രതിബദ്ധത, അവനോടുള്ള അനുസരണം, അവനോടുള്ള തീക്ഷ്ണമായ ഭക്തി വളരണം. അങ്ങനൊരു സഭയാണോ ഈ പറയുന്ന പ്രാദേശിക കൂടിവരവെന്ന് നമ്മൾ നോക്കണം. അതാണ് ഒന്നാമത്തെ ലക്ഷണം. ഇനി രണ്ടാമത്തെ ലക്ഷണം 1 കൊരിന്ത്യർ 14:1 പിന്നെ 24, 25 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഒന്നാമത്തെ വാക്യത്തിൽ പൗലോസ് പറയാണ്, സ്നേഹമാചരിപ്പാൻ ഉത്സാഹിപ്പിൻ, അതുകൊണ്ട് ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പിൻ. ഒന്നാമതായിട്ട് സഹോദര സ്നേഹത്തിൽ നീങ്ങിക്കൊണ്ട് ആത്മീക വരങ്ങൾ ജ്വലിപ്പീൻ.
അങ്ങനെ ജ്വലിപ്പിച്ചാൽ എന്ത് പറ്റും? 24, 25. എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മവരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയരഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. അപ്പൊ കണ്ടോ, സഹോദര സ്നേഹത്തിൽ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുമെങ്കിൽ അവിടെ ദൈവസാന്നിധ്യം യഥാർത്ഥത്തിൽ വെളിപ്പെട്ടു വരും. വാസ്തവമായി ദൈവം അവിടെ ഇറങ്ങി വരും. പക്ഷെ ആ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം പാപബോധമുളവാക്കും. ഹൃദയത്തിലെ രഹസ്യ പാപങ്ങളൊക്കെ വെളിപ്പെടുത്തും. അങ്ങനത്തെ ഒരു ദൈവസാന്നിധ്യമാണ്, അല്ലാതെ അനുഭൂതി ഉളവാക്കുന്ന ദൈവസാന്നിധ്യമല്ല. അവിടെ പോയിരുന്നപ്പോൾ രോമാഞ്ചം വന്നു എന്നല്ല പറഞ്ഞത്. അവൻ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിക്കുന്ന, പാപബോധമുളവാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം യഥാർത്ഥ ആത്മീയ വരങ്ങൾ ജ്വലിപ്പിച്ചപ്പോൾ വെളിപ്പെട്ടു വന്നു. അപ്പോൾ ഈ സത്യത്തെ ഉപസംഹരിച്ച് രണ്ടാമത്തെ ലക്ഷണം യഥാർത്ഥ ഒരു ദൈവസഭയുടെ പ്രാദേശിക കൂടിവരവാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: കൃപാവരങ്ങൾ സഹോദര സ്നേഹത്തിൽ ജ്വലിപ്പിച്ച് പാപബോധമുളവാക്കുന്ന ദൈവ സാന്നിധ്യമുള്ളൊരു സഭ. ഇന്ന് പലയിടത്തും കൃപാവരങ്ങളുടെ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നുണ്ട്. അത് സഹോദര സ്നേഹത്തിലല്ല അവർ ചെയ്യുന്നത്. ഞാൻ വലിയ അഭിഷക്തനാണെന്ന് കാണിക്കാൻ വേണ്ടി, ആളാകാൻ വേണ്ടി കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാറുണ്ട്. ചില സഭകളിൽ കൃപാവരങ്ങളേ ഇല്ല, ചില സഭകളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് സഹോദര സ്നേഹത്തിൽ മറ്റൊരുവനെ സേവിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ കുറെ അന്യഭാഷയൊക്കെ പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് രോമാഞ്ചോ അനുഭൂതിയൊക്കെ പ്രാപിക്കും. അതല്ല കൃപാവര ശുശ്രൂഷ. അതുകൊണ്ടാണ് പ്രവചനം നിങ്ങൾ ഉപയോഗിക്കുക. അന്യഭാഷ നമ്മൾ പഠിച്ചപ്പോൾ കണ്ടായിരുന്നല്ലോ, നിങ്ങളും ദൈവവും കേൾക്കുന്ന ആ ഒരു ഒച്ചയിൽ മതി. അല്ല, അന്യഭാഷ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂന്നെങ്കിൽ പരസ്യമായി അത് ഉപയോഗിക്കുമ്പോൾ വ്യാഖ്യാനവരം കൂടിയേ പറ്റത്തുള്ളൂ. മറ്റൊരുവന് ആത്മീക വർധന ഉളവാക്കാത്ത ഒരു അനുഭൂതിയും വെച്ച് പൊറുപ്പിക്കേണ്ട ദൈവസഭയിൽ. അപ്പൊ സഹോദര സ്നേഹത്തിൽ അത് ജ്വലിപ്പിക്കണം. പക്ഷെ അപ്പോൾ കടന്നു വരുന്ന ദൈവ സാന്നിധ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്: പാപബോധം ഉളവാക്കും. അല്ലാതെ രോമാഞ്ചം വന്നു, കസേരന്ന് പറന്നുപോയി, അതൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവം മതി. ഓ, ദൈവ സാന്നിധ്യം. എന്നാ പാപബോധം വന്നോ, മാനസാന്തരം വന്നോ, വിശുദ്ധി വളർന്നോ, അതൊന്നും ചോദിക്കണ്ട, അതൊന്നും വേണ്ട. അങ്ങനത്തെ ദൈവ സാന്നിധ്യം ഒന്നും വേണ്ട. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി രഹസ്യ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്ന, വിശുദ്ധി ഉളവാക്കുന്ന, മാനസാന്തരം കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യം വേണ്ട. അയ്യോ, ഇരുന്നപ്പോ രോമാഞ്ചം, എൻ്റെ പുറത്തൂടെ എന്തോ ഇലക്ട്രിസിറ്റി പോയ പോലെ തോന്നി. ഇതൊക്കെയല്ലേ ഇന്ന് പറയുന്ന കുറെ അനുഭൂതിയും കുറെ അനുഭവം എടുത്തോണ്ട് വരും, കുറെ വൈകാരിക അനുഭവങ്ങൾ. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ കൃപാവര ശുശ്രൂഷയിൽ പാപബോധമുളവാക്കുന്ന ദൈവ സാന്നിധ്യം കടന്നു വരും. അപ്പൊ കണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആരോഗ്യമുള്ള ഒരു ദൈവസഭയിൽ എന്ത് വേണം. ഒന്നാമത്തേത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വചന ശുശ്രൂഷയെ ബാധിക്കുന്ന വിഷയമാണ്. സത്യോപദേശത്തോടെ യേശുക്രിസ്തുവിനെ പ്രസ്താവിച്ച് ദൈവഭക്തി വളർത്തുന്ന വചന ശുശ്രൂഷ. രണ്ടാമത്തേത് നിങ്ങൾ നോക്കിയ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്. കൃപാവരങ്ങൾ സഹോദര സ്നേഹത്തിൽ ജ്വലിപ്പിച്ച് പാപബോധമുളവാക്കുന്നു, അല്ലെ? അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ആരോഗ്യമുള്ള ഒരു ദൈവസഭയിൽ യഥാർത്ഥ വചന ശുശ്രൂഷയും യഥാർത്ഥ പരിശുദ്ധാത്മ ശുശ്രൂഷയും കാണുവാൻ കഴിയും. അത് രണ്ടും ഉണ്ടെങ്കിലേ അത് നിങ്ങൾ പോകേണ്ട ശരിയായ ഒരു പ്രാദേശിക കൂടിവരവാന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കണ്ട രണ്ട് വേദഭാഗങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രാദേശിക സഭ കാണുമ്പോൾ ചോദിക്കാൻ പറ്റിയ 7 ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഈ സഭയിൽ ഞാൻ പോകണോ വേണ്ടെന്ന് തീരുമാനിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന 7 ചോദ്യങ്ങൾ. ഈ കണ്ട 2 വേദഭാഗങ്ങളിൽ നിന്നാണ് ഈ 7 ചോദ്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച്, ഈ സഭയിൽ ദൈവവചന ഉപദേശങ്ങൾ പഠിപ്പിക്കാറുണ്ടോ? പല സഭകളിലും ഉപദേശ ശുശ്രൂഷ ഇല്ല. ഇന്ന് നമ്മൾ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഇന്ന് രാവിലെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ദൂത് ഇങ്ങനത്തെ തോന്നിവാസ ശുശ്രൂഷകളാണ്. അല്ലാതെ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ആഴ്ചതോറും വളരെ ചിട്ടയായിട്ട് ദൈവവചനത്തിലെ പഠിപ്പിക്കൽ, ഉപദേശങ്ങൾ പഠിപ്പിക്കാറില്ല. ദൈവവചനം പഠിക്കാറേ ഇല്ല പല സഭകളിലും. ചുമ്മാ കുറെ ഇളക്കപ്പെരുപ്പങ്ങളാണ്, അനുഭൂതി ഉളവാക്കുന്ന കുറെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ജഡത്തിൽ നമ്മൾ ഉല്ലസിപ്പിക്കുന്ന കുറെ ദൂത് പറച്ചിലാണ്. അല്ലാതെ ദൈവവചന ഉപദേശങ്ങൾ പഠിപ്പിക്കാറില്ല. അപ്പൊ ഒന്നാമതായിട്ട് അത് ചോദിക്കണം, ഇവിടെ ദൈവവചനം പഠിപ്പിക്കാറുണ്ടോ? രണ്ടാമത്, ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഉദ്ദേശം എന്താ? ക്രിസ്തുവിനോടുള്ള പ്രേമമാണോ? എന്തിനാ ഇവർ ഈ ഉപദേശം പഠിക്കുന്നത്?
ഇവർക്ക് ക്രിസ്തുവിനെ അറിയാനുള്ള ആ വലിയ അഭിനിവേശം നിമിത്തമാണോ ഇവർ ബൈബിളിനോട് ഇത്ര വലിയ ഗൗരവം കാണിക്കുന്നതെന്ന് ചോദിക്കണം. ചിലയിടത്തൊക്കെ അതുകൊണ്ടല്ല, മറ്റ് സഭക്കാരെക്കാളും നമ്മൾ ബൈബിൾ പഠിക്കുന്നവരാണെന്ന് പറയാനുള്ള നികളഭാവം കൊണ്ടാണ് അവർ ഉപദേശത്തെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട്, ഈ ഉപദേശ പഠനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കണം. പരീശന്മാരെ പോലെ തിരുവെഴുത്തുകളെല്ലാം പഠിച്ച് പാണ്ഡിത്യം പ്രാപിക്കുവാനല്ല, നമ്മൾ വായിച്ചതുപോലെ യേശുക്രിസ്തു എന്ന വ്യക്തിയെ ധ്യാനിക്കുവാനാണോ? യേശുക്രിസ്തു എന്ന വ്യക്തിയെ ധ്യാനിക്കുവാൻ വേണ്ടി ഉപദേശം ഒരു മുഖാന്തരമാണ്, അതുകൊണ്ട് അത് പഠിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, ബൈബിളാണ് ലക്ഷ്യം. ബൈബിൾ പഠിച്ച് കലക്കി കുടിച്ച് വലിയ പണ്ഡിതനാണെന്ന് എല്ലാവരും പറയണം. രണ്ട്, എനിക്ക് യേശുവിനെ അറിയണം, എനിക്ക് യേശുവിൻ്റെ വഴികൾ അറിയണം, അവനോട് എനിക്ക് അനുസരണം കാഴ്ചവെക്കണം, എനിക്ക് അവനോട് കീഴ്പ്പെട്ട് അവൻ്റെ നല്ലൊരു ശരീരത്തിൻ്റെ അംഗമായിരിക്കണം, അവനോടുള്ള ആ പ്രേമം നിമിത്തം, അവനോടുള്ള അനുസരണം നിമിത്തം എനിക്ക് അവനെ ധ്യാനിക്കണം. അതിന് ഉപദേശം, അവൻ്റെ എല്ലാ കൽപ്പനകളെയും പാലിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാ കൽപ്പനയും പഠിച്ചു കളയാം. ഉദ്ദേശം, ലക്ഷ്യം. നാലാമതായിട്ട്, ഇത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? ഈ വേദപഠനം നിമിത്തം ഈ സഭയിൽ എന്ത് സംഭവിക്കുന്നു? എല്ലാവരും അറിവെല്ലാം പ്രാപിച്ച് തലക്കനം പ്രാപിച്ച് അങ്ങനെ അഹങ്കാരികളായിട്ടിരിക്കുകയാണോ, അതോ അവിടെ ദൈവഭക്തി വളരുന്നുണ്ടോ? വേദപഠനം അറിവ് സമ്പാദനത്തെക്കാൾ ദൈവഭക്തി വളർത്തുന്നുണ്ടോ ഈ സഭയിൽ? ഇനി അഞ്ചാമതായിട്ട്, ഈ സഭയിൽ ആത്മാവിന്റെ കൃപാവരങ്ങളാൽ അന്യോന്യമുള്ള ശുശ്രൂഷയുണ്ടോ? പലയിടത്തും ഇതില്ല. പലയിടത്തും കൃപാവരങ്ങളിൽ വിശ്വസിക്കാറില്ല. വേറെ ചിലയിടത്ത് കൃപാവരങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിലും കൃപാവരങ്ങളിൽ നീങ്ങുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, പാസ്റ്റർ. ആ വ്യക്തി കൃപാവരങ്ങളിലൊക്കെ നീങ്ങിക്കോളും. നമ്മൾ തമ്മിൽ അന്യോന്യം കൃപാവരങ്ങളിൽ ഒരു ശുശ്രൂഷയില്ല. പല സഭകളിലും കൃപാവരങ്ങളിൽ സഭാ അംഗങ്ങൾ ശുശ്രൂഷിക്കാറില്ല, പാസ്റ്റർ മാത്രം ശുശ്രൂഷിച്ചുകൊണ്ട് നടക്കും. അതല്ല ദൈവസഭ. ആറാമത്തെ ചോദ്യം, കൃപാവരങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങളിലല്ല സഹോദര സ്നേഹത്തിലാണോ ഉപയോഗിക്കുന്നത്? ആളാകാൻ വേണ്ടിയിട്ട് കൃപാവരങ്ങൾ ഉപയോഗിക്കുന്ന പല സഭകളും ഉണ്ട്. ഞാൻ വലിയ അഭിഷക്തനാണ്, എനിക്ക് ഇന്നലെ കിട്ടിയ അഭിഷേകം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അവിടെ മനുഷ്യനാണ് ഉയർന്നു നിൽക്കുന്നത്, അല്ലാതെ എൻ്റെ സഹോദരന് ആത്മീക വർധന വരുവാൻ ഞാൻ സേവന മനോഭാവത്തോടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്നു എന്ന് പറയുന്നതും, ഞാൻ വലിയ അഭിഷക്തനാണ്, ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഇപ്പോൾ അത്ഭുതം കാണിച്ചു തരാമെന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രചോദനം, അവർ കൃപാവരങ്ങളിൽ നീങ്ങുന്നതിൻ്റെ മൂലകാരണം എന്താണ്? സ്നേഹത്തിൽ അന്യോന്യം ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ സ്വയത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ശരിയായ കൃപാവരം അവിടെ ജ്വലിക്കുന്നില്ല, അല്ലെ? ഇനി ഏഴാമതായിട്ട്, അങ്ങനെ കൃപാവരങ്ങളിൽ നീങ്ങുമ്പോൾ വെളിപ്പെട്ടു വരുന്ന ദൈവസാന്നിധ്യം, ഈ പറയപ്പെടുന്ന ദൈവസാന്നിധ്യം, ഭയങ്കര ദൈവസാന്നിധ്യം, പാപബോധം ഉളവാക്കുന്നുണ്ടോ? ഇവിടെ ഹൃദയങ്ങൾ വിവേചിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഹൃദയത്തിൽ മാസ്ക് ഒക്കെ ഇട്ട് മൂടിക്കൊണ്ടു പോകുന്ന പാപങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ആ സഭാ ആരാധന കൂടി പോയപ്പോൾ മനസ്സിലായി, ഹൃദയങ്ങളൊക്കെ വിവേചിക്കപ്പെടുന്നുണ്ട്. ആത്മീക വരങ്ങളോടെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോഴും മറ്റ് കൃപാവരങ്ങൾ നീങ്ങുമ്പോഴും ഇവിടെ പോയാൽ മറച്ചു വെച്ചിരിക്കുന്ന പാപങ്ങളൊക്കെ ദൈവം എടുത്ത് പുറത്തിടും. അങ്ങനെ വിശുദ്ധി വളരുന്ന, പാപബോധമുളവാക്കുന്ന, മാനസാന്തരമുളവാക്കുന്ന ദൈവസാന്നിധ്യമാണ് ഇവിടെ ആഴ്ചതോറും വെളിപ്പെട്ടു വരുന്നത്. അത് പറയാൻ പറ്റണം. അങ്ങനെ ഈ 7 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏത് സഭയിൽ പോകണം എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി അവസാനമായിട്ട് പ്രായോഗിക തലത്തിൽ ഒരു ചിന്ത പങ്കുവച്ചിട്ട് ഞാൻ ഈ പഠനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയും നിങ്ങളും. മത്തായി 16:18 യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പൊ കർത്താവ് സഭയെ പണിയും. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്, സഭയെ പണിയുന്നവൻ കർത്താവാണ്. പക്ഷെ എങ്ങനാ ഈ സഭയെ കർത്താവ് പണിയുന്നത്? അതിനാണ് എഫീഷ്യർ 4:15 ശ്രദ്ധിച്ച്, 16 പ്രത്യേകിച്ച്, അല്ലെ? ക്രിസ്തുവെന്ന തലയോളം നമ്മൾ വളരണം. അതാണ് 15ാമത്തെ വാക്യം. സകലത്തിലും ക്രിസ്തുവെന്ന തലയോളം വളരുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ദൈവസഭ. ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടണം നമ്മൾ, അവനെ പോലെ ആയിത്തീരണം എല്ലാ മേഖലയിലും. സകലത്തിലും ക്രിസ്തുവെന്ന തലയോളം ശരീരമായ നമ്മൾ നമ്മുടെ തലയായ ക്രിസ്തുവിനോളം വളരണം. പക്ഷെ എങ്ങനെ ഈ വളർച്ച സംഭവിക്കുന്നത്? അല്ലെങ്കിൽ മത്തായി 16 പറഞ്ഞ പോലെ എങ്ങനെ ഈ സഭ യേശുക്രിസ്തു പണിയുന്നത്? എഫീഷ്യർ 4:16, അങ്ങനെ ഓരോ അവയവവും അതതിൻ്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് സകല സന്ധിബന്ധങ്ങളും സംയോജിതമായി സ്നേഹത്തിൽ മുഴുവൻ ശരീരവും ക്രിസ്തുവിനാൽ വളർച്ച പ്രാപിക്കുന്നു. ക്രിസ്തു തന്നെ വളർച്ച കൊടുക്കുന്നേ. പക്ഷെ എങ്ങനെ? ഓരോ അവയവവും അതിൻ്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ, അതിൻ്റെ പങ്ക് വഹിക്കുമ്പോൾ.
ഇപ്പൊ എൻ്റെ ശരീരം ആരോഗ്യം പ്രാപിക്കണമെങ്കിൽ എൻ്റെ തലച്ചോറും ഹൃദയവും മാത്രം വിചാരിച്ചാൽ പോരാ. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും വിചാരിക്കണം ഞാൻ അനുസരിച്ച് ആരോഗ്യം പ്രാപിക്കണമെങ്കിൽ, അല്ലേ? ഇപ്പൊ ആഹാരം കഴിക്കാൻ വേണ്ടി എൻ്റെ കൈ ശ്രമിക്കുമ്പോൾ എൻ്റെ വായും പറയുകയാണ്, എൻ്റെ പല്ലും പറയുകയാണ്, എൻ്റെ വയറും പറയുകയാണ് ഞങ്ങൾക്ക് ആഹാരം വേണ്ട, ഞങ്ങൾ ആഹാരത്തെ ദഹിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞാൽ ആരോഗ്യം വരുമോ? കൈ മാത്രം വിചാരിച്ചാൽ? അതുപോലെ സഭയും ആത്മീക ശരീരമാണ്. നമ്മളെല്ലാവരും ആ ശരീരത്തിന്റെ അവയവമാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മുടെ ധർമ്മം, ഓരോരുത്തർക്കും ഓരോ പങ്കുണ്ട്, ആ പങ്ക് വഹിച്ചാലേ ഈ ശരീരം മുഴുവനും വളർച്ച പ്രാപിക്കുകയുള്ളൂ. അപ്പൊ കർത്താവ് സഭയെ എങ്ങനെ പണിയുന്നേ? നമ്മൾ ഓരോരുത്തരിലൂടെയും. അതുകൊണ്ടാണ് 1 പത്രോസ് 4:10 ഓരോരുത്തനും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. എല്ലാ അവയവങ്ങൾക്കും ഒരു കൃപാവരമുണ്ട്. ആ കൃപാവരം നല്ല കാര്യസ്ഥന്മാരായി നമ്മൾ അതിനെ ഉപയോഗിച്ച് അന്യോന്യം ശുശ്രൂഷിക്കണം. അപ്പൊ കണ്ടോ, നമ്മുടെ പങ്ക് നമ്മൾ വഹിക്കണം, നമ്മുടെ കൃപാവരങ്ങളെ നമ്മൾ ഉപയോഗിച്ച് അന്യോന്യം ശുശ്രൂഷിക്കണം. അതിലൂടെയാണ് യേശുക്രിസ്തു തൻ്റെ സഭയെ പണിയുന്നത്. അതിലൂടെയാണ് ഈ ശരീരം മൊത്തം വളർച്ച പ്രാപിക്കുന്നത്. അപ്പോൾ ദൈവസഭയെ വളർത്തുക, ദൈവസഭയ്ക്ക് ആരോഗ്യം പകരുക എന്നൊക്കെ പറയുമ്പോൾ അത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അല്ലാതെ പൂർണ്ണസമയ ശുശ്രൂഷകന്മാർ, അല്ലെങ്കിൽ സുവിശേഷകന്മാർ, അല്ലെങ്കിൽ മൂപ്പന്മാർ, പാസ്റ്റർമാർ അല്ലല്ല, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ 4 പ്രായോഗിക ചോദ്യങ്ങൾ ചോദിച്ച് ഇന്നത്തെ ഈ വചന പഠനം അവസാനിപ്പിക്കാം. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ദൈവവും നിങ്ങളും തമ്മിൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തുക. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ ഒരു അവയവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതാദ്യം ചോദിക്കാം. ഇത് വിശ്വസിക്കുന്നുണ്ടോ? സഭയൊരു ശരീരമാണ്, അതിൻ്റെ ഒരു അവയവമാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട ദൈവസഭയുടെ ഭാഗമായ ദൈവ പൈതലാണെങ്കിൽ നിങ്ങളാണ്, ഒരു അവയവമാണ്. അത് പക്ഷെ വിശ്വസിക്കണം ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഈ ദൈവസഭയുടെ ഉദ്ദേശം അറിയാവോ? എന്താ ദൈവസഭയുടെ ഉദ്ദേശം? സകല വിശ്വാസികളെയും ശിഷ്യത്വത്തിലൂടെ ക്രിസ്തു എന്ന തലയോളം വളർത്തുക. ആ ഉദ്ദേശം നിങ്ങൾ തിരിച്ചറിഞ്ഞോ? അല്ലാതെ ദൈവസഭയുടെ ഉദ്ദേശം എല്ലാവർക്കും ഒന്ന് കൂടി വന്ന് കുറച്ച് ഭൗതികമായ ആശ്വാസം പകരാം, അല്ലേ, നിങ്ങൾക്ക് കടം മാറാനുള്ള ശുശ്രൂഷ നടത്തി തരാം, അതൊന്നുമല്ല. ശിഷ്യത്വത്തിലൂടെ എല്ലാ കൽപ്പനകളെയും അനുസരിക്കുന്ന അനുസരണമുള്ള ഒരു ഭക്തനാക്കുക, ദൈവഭക്തി വളർത്തി ക്രിസ്തുവെന്ന തലയോളം ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക. അതിനു വേണ്ടിയിട്ടാണ് ദൈവസഭ. അതാണ് ദൈവസഭയുടെ ഉദ്ദേശമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഇത് രണ്ടും മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, എൻ്റെ പ്രാദേശിക സഭയിലെ ശിഷ്യത്വ ശുശ്രൂഷയിൽ എൻ്റെ ഭാഗം എന്താണെന്ന് എനിക്കറിയാമോ? അപ്പൊ ദൈവസഭയുടെ ഒരു അംഗമാണെന്ന് നിങ്ങൾക്കറിയാം, ദൈവസഭയുടെ ഉദ്ദേശം ശിഷ്യത്വമാണെന്നും അറിയാം. എങ്കിൽ നിങ്ങളുടെ ഭാഗം, നിങ്ങളുടെ പങ്ക് എന്താണ്? അതറിയണം. അറിഞ്ഞിട്ട് നിങ്ങളും കൂടെ പ്രവർത്തിച്ചാലേ മൊത്തം ശരീരം വളർച്ച പ്രാപിക്കുകയുള്ളൂ. നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ അതിനൊത്തവണ്ണം സഭയുടെ വളർച്ചയും സംഭവിക്കുകയില്ല. 4-ാമത്തെ ചോദ്യം, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ ഞാൻ അതിനായി ഉപയോഗിക്കുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് വരമേൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാണോ? നിങ്ങൾ അത് വിശ്വസ്തരായിട്ട് ഉപയോഗിച്ച് അന്യരെ ശുശ്രൂഷിക്കുന്നുണ്ടോ? അങ്ങനെ നേരത്തെ വായിച്ചത് ഓർമ്മയുണ്ടല്ലോ, എഫീസിയർ 4:16 ഓരോ അവയവവും അതിൻ്റെ കൃപാവരങ്ങൾ ഒത്തവണ്ണമുള്ള ധർമ്മം നിർവഹിച്ചാലേ മൊത്തം ശരീരവും ക്രിസ്തുവിനാൽ വളർച്ച പ്രാപിക്കുകയുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു അംഗം വെറുതെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ ജോലി കാണിയായിട്ട് ഇവിടെ ഇരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്നത് കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു അവയവമില്ല നമ്മുടെ ശരീരത്തിൽ, അങ്ങനെ ഒരു അവയവമില്ല. മറ്റ് അവയവങ്ങളൊക്കെ ചെയ്യുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ ഒരു ഭാഗമുണ്ട്, ഒരു പങ്കുണ്ട്, ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു ദൗത്യമുണ്ട്, ഒരു നിയോഗമുണ്ട്. അത് നിങ്ങളുടെ കൃപാവരങ്ങൾക്ക് ഒത്തവണ്ണമായിരിക്കും. അതുകൊണ്ട് കൃപാവരങ്ങളെ ഉപയോഗിച്ച് നിങ്ങളുടെ ആ പങ്ക് നിങ്ങൾ നിർവഹിച്ചാലേ മൊത്തം സഭയും വളരുകയുള്ളൂ. ഇന്ന് പൊതുവെ 1-2 പേര് പൂർണ്ണസമയ ശുശ്രൂഷകർ ഓടി നടപ്പുണ്ട്, ബാക്കി എല്ലാവരും കാണികളെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനൊത്തവണ്ണം സഭയുടെ വളർച്ച നിലച്ചു പോകും. ശരീരം വളരണമെങ്കിൽ, ദൈവസഭ തൻ്റെ ദൗത്യങ്ങളെല്ലാം നിർവഹിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റണമെങ്കിൽ നമ്മുടെ പങ്ക് നമ്മൾ നിർവഹിക്കണം. കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം കർത്താവിൻ്റെ ശരീരത്തെ നമുക്ക് സ്നേഹിക്കാം.
നമുക്ക് അന്യോന്യമുള്ള ശുശ്രൂഷകൾ ചെയ്ത ഈ ശരീരത്തെ ആരോഗ്യമുള്ള വളർച്ചയുള്ള ശരീരമാക്കി മാറ്റാം എന്നുള്ളൊരു സമർപ്പണ ബോധത്തോടെ ഇന്നത്തെ ഈ വചന പഠനം ഇവിടെ അവസാനിപ്പിക്കാം. ആ സമർപ്പണത്തോടെ നമുക്ക് ഏവർക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം.